ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രഘുവംശസ്തുതികൾ കേട്ടുണരും തെരുവിന്നൊരു രാമായണ കഥ കേട്ടു. മുനി ബാലകരാം ലവകുശ സോദരൻ മനമുരുകി പാടിയ രാമകഥ. ആ ഭഗവാന്റെ കാകുൽസ്ഥൻ്റെ കഥകൾ പാടിക്കൊണ്ട കുട്ടികൾ വരികയാണ് അയോധ്യയിലെ തെരുവിലൂടെ. നമ്മൾക്ക് ഇന്ന് നമ്മൾ എത്തുന്ന കഥാപാത്രം വിരാധൻ എന്ന് പറയുന്ന ഒരു രാക്ഷസനുണ്ട് രാമായണത്തിൽ. ശ്രീരാമൻ വധിക്കുകയാണുള്ളതാണ്. രാമസായകമേറ്റ് മരിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടിയ രാക്ഷസനാണ് വിരാധൻ. ആരാണ് വിരാധൻ എന്ന് നോക്കാം. കുബേരൻ എന്നൊരു ജ്യേഷ്ഠനുണ്ട് രാവണൻ എന്നറിയാമല്ലോ. കുബേരൻ വളരെ പ്രതാപത്തോടെ ജീവിക്കണ ഒരു യക്ഷനാണ് കേട്ടോ. വാസ്തവത്തിൽ ദേവവർണ്ണൻ ഈ യക്ഷസ്ത്രീയൊക്കെയാണെന്ന് പറയുന്നത്. ആ കുബേരൻ യക്ഷന്മാരുടെ രാജാവായ ഈ കുബേരൻ, ധനത്തിൻ്റെ അധിപനായ കുബേരൻ, ധനപതിയായ കുബേരൻ്റെ ഒരു ആശ്രിതനായിട്ട് തുമ്പുരു എന്ന് പറയുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. അദ്ദേഹം കുബേരൻ്റെ കൂടെ ഒരു സേവകനായിട്ട് കൂടി കുബേരൻ എന്ത് സഹായം വേണമെങ്കിലും തുമ്പുരു മഹർഷിക്ക് കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു ദിവസം രംഭ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ വിളിച്ചു കൊണ്ടുവരാമെന്ന് തുമ്പുരുവിനോട്. എന്തു പറഞ്ഞാലും അനുസരിക്കും. അവിടെ ചെന്നു. രംഭ കുബേരൻ വിളിച്ച വഴിക്ക് ഇങ്ങോട്ട് വരാനും തയ്യാറായി. പക്ഷെ വരാൻ അല്പസമയം വൈകി. അതിൻ്റെ പേരിൽ എന്താ, കുബേരന് ദേഷ്യം വന്നില്ലേ. ദേഷ്യം വന്നിട്ടോ ഈ തുമ്പുരു മഹർഷി അങ്ങ് ശപിച്ചു. നീ ഒരു രാക്ഷസനായി ജനിക്കട്ടെ എന്ന് പറഞ്ഞു. കുബേരൻ്റെ ശാപം മൂലം രാക്ഷസനായി ജനിക്കും എന്നുറപ്പായി കഴിഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞു, അയ്യോ സ്വാമി, എനിക്ക് ശാപമോക്ഷം തരൂ. ഞാൻ അസുരനായി രാക്ഷസനായി ജനിച്ചാൽ തന്നെയും എനിക്ക് എപ്പോഴാണ് ശാപമോക്ഷം കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ കുബേരൻ പറഞ്ഞു, ഈ ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ശ്രീരാമനായിട്ട് അവതാരം ചെയ്യും. ആ സമയത്ത് അദ്ദേഹത്തിന് കുറച്ചു കാലം വനത്തിലൊക്കെ വസിക്കേണ്ടി വരും. അങ്ങനെ വനത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നിനക്ക് ശ്രീരാമനുമായിട്ട് ശ്രീരാമൻ്റെ കൈകൊണ്ട് രാമസായകമേറ്റ് മരിക്കാനായിട്ട് ഒരു ഭാഗ്യം ഉണ്ടാകും. ആ സമയത്ത് നിൻ്റെ ഈ അസുരഭാവങ്ങളൊക്കെ മാറി വീണ്ടും നിനക്ക് ഒരു ഗന്ധർവനായിട്ട്, അതായത് ഇതുപോലെ കുബേരൻ്റെ അടുത്തേക്ക് തന്നെ വീണ്ടും വരാനായിട്ട്, ഒരു വിദ്യാധരനായിട്ട് മാറാനായിട്ട്, യക്ഷകിന്നര ഗന്ധർവ വിദ്യാധരന്മാർ ഇവരാരെങ്കിലുമായിട്ട് മാറാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുബേരൻ്റെ ശാപമനുസരിച്ച് തുമ്പുരു എന്നുള്ള മഹർഷി യമൻ്റെയും ശതഹൃദ എന്ന് പറയുന്ന സ്ത്രീയുടെയും പുത്രനായിട്ട് വിരാധൻ എന്ന പേരിൽ ജനിച്ച് ദണ്ഡകാരണ്യത്തിൽ അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. ആ സമയത്ത് അവട്ടെ കാട് മുഴുവൻ ഇളക്കി മറിച്ച് കണ്ട മൃഗങ്ങളെയും ആ വഴി യാത്ര ചെയ്യുന്നവരെയും മഹർഷിമാരെയും ഒക്കെ ഉപദ്രവിച്ച് കുറേയൊക്കെ മനുഷ്യരെയൊക്കെ പിടിച്ച് തിന്ന് അങ്ങനെ കാട് ഇളക്കി മേഞ്ഞും കൊണ്ട് നടക്കുന്ന കാലത്താണ് രാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി വനവാസത്തിന് അവിടേക്ക് വരുന്നത്. ദണ്ഡകാരണ്യത്തിലാണ് കേട്ടോ. ദണ്ഡകാരണ്യം എന്നുള്ള വനത്തിൽ വെച്ച് ആ സമയത്ത് സീതാദേവിയെ കണ്ട വഴിക്ക് രാക്ഷസന് തോന്നി, ഇവളെ ഇപ്പം തിന്നണ്ട. ഈ ആണുങ്ങളെ രണ്ടുപേര് ഇവർ നല്ല തക്കിടിമുണ്ടന്മാരാണ്, ഇവന്മാരെ തിന്നാം. പക്ഷേ ഇവന്മാരെ പിടിച്ച് തിന്നണമെങ്കിൽ സൗകര്യമായിട്ട് എനിക്ക് ഒരിക്കലും ഇരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അതിന് വേണ്ടിയിട്ട് അവർ പുറകെ വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, സീതാദേവി എടുത്ത് ഒക്കത്ത് വെച്ചും കൊണ്ട് വിരാധനം അങ്ങടെ ഓടാൻ തുടങ്ങി. ശ്രീരാമൻ പുറകെ ഓടിയില്ലേ, പിന്നാലെ ലക്ഷ്മണനും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് സൗകര്യപ്പെട്ട ഒരു സ്ഥലമായി എന്ന് തോന്നിയ വഴിക്ക് എന്ത് ചെയ്തു, സീതാദേവി അവിടെ താഴ്ത്തിരുത്തി. എന്നിട്ടോ ഇവരെ രണ്ടുപേരെയും തോളിലങ്ങ് കയറ്റി. ഒരു തോളിൽ ശ്രീരാമനെയും കയറ്റി, മറ്റേ തോളിൽ ലക്ഷ്മണനെയും കയറ്റി. അവിടെ ഇരുന്നിട്ട് അപ്പോൾ അവിടുന്ന് എളുപ്പമാണല്ലോ, തോളിൽ നിന്ന് ഇങ്ങനെ പിടിച്ച് വായയ്ക്ക് കൊണ്ടു എളുപ്പമാണല്ലോ, അങ്ങനെ വേഗം അങ്ങോട്ട് ഭക്ഷണം കഴിക്കാം, രണ്ടാളെ അങ്ങ് തിന്നാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ തോളിൽ ഇരുന്നു കൊണ്ട് ഇവരവിടെ വെറുതെ ഇരുന്നില്ല. രണ്ടുപേരും ഒരു കയ്യ് ശ്രീരാമനും വെട്ടിക്കളഞ്ഞു വിരാധൻ്റെ, മറ്റേ കയ്യ് ലക്ഷ്മണനും വെട്ടിക്കളഞ്ഞു. ഈ കൈ രണ്ടും അങ്ങോട്ട് പോയപ്പോൾ ഇയാളുടെ ഓട്ടം ഇവരെടുത്തുകൊണ്ട് ഓടുകയായിരുന്നു സൗകര്യമായിട്ട് തിന്നാനായിട്ട്. ആ ഓട്ടത്തിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു കൈ പോയപ്പോഴൊക്കെ. എന്തിനു പറയണു, വിരാധനെ രാമൻ
വാളെടുത്ത് വെട്ടി കഴുത്ത് വെട്ടിക്കൊന്ന് ചിത കൂട്ടി ആ ചിതയിലിട്ട് ജീവൻ പോണതിന് മുമ്പ് തന്നെ അങ്ങോട്ട് കുഴിച്ചു മൂടാനായിട്ട് ചിത അങ്ങോട്ട് കൂട്ടി ചിതയിലേക്ക് അങ്ങോട്ട് ഇട്ടു. ചിതയിലെത്തിക്കഴിഞ്ഞ് വിരാധൻ അങ്ങോട്ട് തീ കത്തുപിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ചിതയിൽ നിന്നും അതീവ തേജസ്വിയായ ഒരു വിദ്യാധരൻ അങ്ങ് ഉയർന്നു പൊങ്ങി വന്നു. അങ്ങനെ വിരാധൻ, തുമ്പുരു മഹർഷിയുടെ വിരാധൻ എന്ന ആ രാക്ഷസ ജന്മം അങ്ങ് ഒടുങ്ങി മറ്റൊരു വിദ്യാധരനായിട്ട് ജനിച്ച അദ്ദേഹം ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു എന്നാണ് രാമായണത്തിൽ പറയുന്ന കഥ. അപ്പോൾ ഈ വിരാധൻ്റെ കഥ, വിരാധൻ രാമായണത്തിലെ ഒരു സജീവ കഥാപാത്രമാണ്, രാക്ഷസനാണ്. ശ്രീരാമൻ്റെ കൈകൊണ്ട് മരിച്ച് വധിക്കപ്പെട്ട രാക്ഷസനാണ്. ശ്രീരാമൻ്റെ രാമസായകമേറ്റത് കൊണ്ട് അദ്ദേഹത്തിന് സ്വർഗരാജ്യം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ കുബേരൻ്റെ ശാപം മൂലം തുമ്പുരു വിരാധനായി ജനിച്ചു. ശ്രീരാമൻ കൊന്നതുകൊണ്ട് ശാപമോക്ഷം ലഭിച്ചൊരു വിദ്യാധരനായിട്ട് മോക്ഷം ലഭിച്ച് ദേവലോകത്തേക്ക് പോവുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ് ഇന്ന് വിരാധൻ്റെ കഥ ഞാനിവിടെ നിർത്തുകയാണ്. കഥകൾ അതിസാഗരത്തിലേക്ക് വരൂ, ഇത്തിരി നേരം വരൂ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.